അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. രാത്രി മുഴുവൻ നമസ്കരിക്കുന്നതിനേക്കാളും അതുപോലെ ദിക്ർ ചൊല്ലുന്നതിനേക്കാളും ഏറ്റവും ശ്രേഷ്ഠമായ ഒരു കാര്യമാണ് അള്ളാഹുവും അവൻ്റെ റസൂലും പഠിപ്പിച്ചു തന്ന വിജ്ഞാനങ്ങൾ, അറിവുകൾ. ആ അറിവുകളെക്കുറിച്ച് പഠനം നടത്തുക, അറിവുകൾ ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുക, ഇസ്ലാമിക വിജ്ഞാനങ്ങളുമായി ബന്ധപ്പെടുക, അതിനെക്കുറിച്ച് ഗവേഷണം നടത്തുക, ജനങ്ങൾക്ക് അറിവുകൾ എത്തിച്ചു കൊടുക്കുക തുടങ്ങിയ നല്ല പ്രവർത്തനങ്ങൾ. അങ്ങനെ വിജ്ഞാനവുമായി ബന്ധപ്പെട്ട് ജീവിക്കുക. അൽ-ഇശ്തിഗാലു ബിൽ ഇൽമി, അറിവുമായി ജോലിയാവുക. ഇതാണ് രാത്രി നമസ്കരിക്കുന്നതിനേക്കാളും ദിക്ർ ചൊല്ലുന്നതിനേക്കാളും ശ്രേഷ്ഠമായ കാര്യം. ഇതിന് തെളിവായിക്കൊണ്ട് മഹാനായ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിൻ്റെയും മഹാനവറുകളുടെ ശിഷ്യനായ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിൻ്റെയും ചരിത്രം നമുക്ക് പഠിക്കാം. ഒരിക്കൽ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്ടിൽ വരികയും ഷാഫി ഇമാമിൻ്റെ സന്ദർശനം തൻ്റെ ശിഷ്യനായ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിന് വളരെ സന്തോഷമാവുകയും ചെയ്തു. അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു തൻ്റെ മകളോട് തൻ്റെ ഗുരുവായ ഷാഫി ഇമാമിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ധാരാളം പറയുമായിരുന്നു. ഷാഫി ഇമാം വീട്ടിൽ വന്നപ്പോൾ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിൻ്റെ മകൾ കൂടുതൽ സന്തോഷിച്ചു. രാത്രിയായപ്പോൾ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു തൻ്റെ റൂമിൽ ദിക്റിലും നിസ്കാരത്തിലുമായി മുഴുകി. എന്നാൽ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ആ രാത്രിയിൽ കൂടുതൽ സുന്നത്ത് നിസ്കരിക്കുകയോ ദിക്ർ ചൊല്ലുകയോ ചെയ്തിരുന്നില്ല. അതിന് പകരം മഹാനവറുകൾ റൂമിൽ മലർന്നു കിടന്നു. ഈ പ്രവൃത്തി അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിൻ്റെ മകളെ അത്ഭുതപ്പെടുത്തി. മകൾ വിചാരിച്ചു, ഷാഫി ഇമാം ധാരാളം ദിക്ർ ചൊല്ലും, നമസ്കരിക്കും, രാത്രി മുഴുവൻ ഹയാത്താക്കുമെന്നെല്ലാം മനസ്സിൽ വിചാരിച്ചു. എന്നാൽ ഷാഫി ഇമാം റൂമിൽ മലർന്നു കിടക്കുകയാണ് ചെയ്തിരുന്നത്. രാവിലെ ആയപ്പോൾ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിനോട് ഷാഫി ഇമാമിൻ്റെ പ്രവൃത്തിയെക്കുറിച്ച് ചോദിക്കുകയും ഷാഫി ഇമാം ഇന്നലെ രാത്രി സുന്നത്ത് നിസ്കരിക്കുകയോ ദിക്ർ ചൊല്ലുകയോ ചെയ്തിട്ടില്ല എന്ന് മകൾ പറയുകയും ചെയ്തു. ഈ സംസാരത്തിൻ്റെ ഇടയിൽ ഷാഫി ഇമാം അവരുടെ അടുക്കലേക്ക് വരികയും അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു രാത്രിയുടെ വിശേഷണത്തെക്കുറിച്ച് ഷാഫി ഇമാമിനോട് ചോദിക്കുകയും സംസാരിക്കുകയും ചെയ്തപ്പോൾ ഷാഫി ഇമാം പറഞ്ഞു, ഈ രാത്രി, ഇത്ര മനോഹര രാത്രി എനിക്കുണ്ടായിട്ടില്ല. എന്തുകൊണ്ട്? ഈ രാത്രിയിൽ 100 മസ്അലകൾ ഞാൻ ഗവേഷണം ചെയ്തു. ഷാഫി ഇമാം സുന്നത്ത് നിസ്കരിക്കുകയോ ദിക്ർ ചൊല്ലുകയോ ചെയ്യാതെ ആ സമയത്ത് മസ്അലകളെക്കുറിച്ച് ഗവേഷണം നടത്തുകയാണ് ചെയ്തത്. അപ്പോൾ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ഷാഫി ഇമാം പോയതിന് ശേഷം മകളോട് പറഞ്ഞു, ഈ രാത്രി ഞാൻ ചെയ്ത ഇബാദത്തുകളേക്കാൾ മഹത്വമായതാണ് എൻ്റെ ഗുരു ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ചെയ്തത്. അതുകൊണ്ട് തന്നെ രാത്രി നമസ്കരിക്കുന്നതിനേക്കാൾ ദിക്ർ ചൊല്ലുന്നതിനേക്കാൾ കൂടുതൽ ശ്രേഷ്ഠതയുണ്ട്. ആളുകൾക്ക് അറിവ് പകർന്നു കൊടുക്കുക, അറിവിനെക്കുറിച്ച് ഗവേഷണം നടത്തുക. അസ്സലാമു അലൈക്കും.